കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആത്മഹത്യ റിമാൻഡ് പ്രതി കഴുത്തറുത്ത് മരിച്ചു. വയനാട് കേഴിച്ചിറ സ്വദേശി ജിൽസനാണ് മരിച്ചത്. മുൻപും ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലാണ് ജയിലിലായത്. വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് പ്രതിയാണ് ആത്മഹത്യ ചെയ്തത്. എപ്പോഴായിരുന്നു സംഭവം? മറ്റു വിശദാംശങ്ങൾ കൂടി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 14 വയനാട് കേണിച്ചിറ സ്വദേശിയായ ജിൽസനെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കണ്ണൂർ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഇവിടെ റിമാൻഡ് പ്രതിയായി കഴിയുന്നതിനിടെയാണ് ഇന്ന് രാവിലെയോടുകൂടി ഇയാളെ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ ജയിലിൽ കണ്ടെത്തിയത്. ഇയാൾ മുൻപും ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. അതായത് ഏപ്രിൽ 14 ഭാര്യയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ കൈഞ്ഞരമ്പ് മുറിച്ച് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. എന്നാൽ ഭാര്യ മരണപ്പെടുകയും ഇയാൾ രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസിലാണ് റിമാൻഡിൽ കഴിയുന്നതിനിടെ ഇയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും. മിഥുൻ, ഇവിടെ ഈ റിമാൻഡ് പ്രതിയാണ് ആത്മഹത്യ ചെയ്തത്. ഇയാൾ നേരത്തെയും ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥ, അത്തരത്തിലുള്ള വിമർശനമാണോ വരുന്നത്? തീർച്ചയായും സ്വാഭാവികമായും റിമാൻഡ് പ്രതികളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ സുരക്ഷയും മറ്റ് പരിശോധനകളും നടത്തേണ്ടതാണ്. എന്നാൽ ഇയാൾ എങ്ങനെയാണ് എന്തായുധം ഉപയോഗിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ ഇതിൽ കൃത്യമായ വിവരം പുറത്തു വരികയുള്ളൂ. ഇതിനും ഈ പോലീസ് ജയിലധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരത്തിൽ റിമാൻഡ് പ്രതി ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഇയാൾക്ക് എവിടെ നിന്നാണ് ആത്മഹത്യ ചെയ്യാൻ ആവശ്യമായ ആയുധം ജയിലിനുള്ളിൽ കിട്ടിയെന്നൊരു ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. കെ പി